നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ മധ്യാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവവികാസങ്ങളിലേക്ക്. സ്കൂളിൽ നിന്നും കേബിളുകൾ മോഷ്ടിച്ചു. യുവാവ് അറസ്റ്റിൽ. വാളത്തുങ്കൽ സ്വദേശി ഡാനി എന്നറിയപ്പെടുന്ന അജിത്താണ് അറസ്റ്റിലായത്. ശാസ്താംകോട്ടയിൽ ആവേശം വിതറി ബി.ജെ.പി. ദേശീയ സമിതി അംഗം ഖുശ്ബു. കുന്നത്തൂർ മണ്ഡലം ബി.ജെ.പി. സ്ഥാനാർത്ഥി രാജീവ് പ്രസാദിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് ഖുശ്ബു എത്തിയത്. നൂറുകണക്കിന് വാഹനങ്ങളുടെ അകമ്പടിയോടെ റോഡ് ഷോ. കരുനാഗപ്പള്ളിയിൽ മഹിളാ സംഗമം. മഹിളാ മോർച്ചയുടെ ആഭിമുഖ്യത്തിൽ കരുനാഗപ്പള്ളിയിലായിരുന്നു മഹിളാ സംഗമം. മോദിയുടെ കൈകൾക്ക് ശക്തി നൽകുവാൻ കേരളം കൂടി എടുക്കേണ്ടതുണ്ടെന്നും പ്രീതി നടേശൻ. വിശദമായ വാർത്തകളിലേക്ക്. സ്കൂളിൽ നിന്നും കേബിളുകൾ മോഷ്ടിച്ച യുവാവ് അറസ്റ്റിൽ. വാളത്തുങ്കൽ സ്വദേശി ഡാനി എന്നറിയപ്പെടുന്ന അജിത്താണ് അറസ്റ്റിലായത്. വാളത്തുങ്കൽ ഗവൺമെന്റ് സ്കൂളിൽ നിന്നും കേബിളുകൾ മോഷ്ടിച്ച കേസിലാണ് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തത്. കൊല്ലം വാളത്തുങ്കൽ ഗവൺമെന്റ് സ്കൂളിൽ നിന്നും കേബിളുകൾ മോഷ്ടിച്ച കേസിലാണ് യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. വാളത്തുങ്കൽ ആക്കോലിൽ ആനത്താഴത്ത് വീട്ടിൽ ഡാനി എന്ന് വിളിക്കുന്ന അജിത്താണ് അറസ്റ്റിലായത്. ഇരവിപുരം മയ്യനാട് പ്രദേശങ്ങളിലെ നിരവധി വ്യാപാര സ്ഥാപനങ്ങളിലെയും വീടുകളിലെയും ചെമ്പുപാത്രങ്ങളും ഇലക്ട്രിക് ഉപകരണങ്ങളും ഇയാൾ മോഷ്ടിച്ചതായി പോലീസ് പറഞ്ഞു. ലഹരിക്കടിമയായ പ്രതി ആഡംബര ജീവിതത്തിനും ലഹരി വസ്തുക്കൾ വാങ്ങുന്നതിനുമായി പണം കണ്ടെത്തുന്നതിനു വേണ്ടിയാണ് മോഷണങ്ങൾ നടത്തിയതെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. ഇയാളുടെ കൂട്ടുപ്രതിയായ ജോമോനെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു. പാലത്തറയിൽ നിന്നുമാണ് ഇയാളെ പിടികൂടിയത്. ഇരവിപുരം SHO പ്രസാദ് ജെയുടെ നേതൃത്വത്തിൽ SIമാരായ ദീപു S, അമൽ പ്രസാദ്, CPOമാരായ അനീഷ്, ഷാൻ അലി, രാജേഷ്, ദീപു എന്നിവരടങ്ങിയ പോലീസ് സംഘമാണ് ഇയാളെ പിടികൂടിയത്. ഇയാളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ശാസ്താംകോട്ടയിൽ ആവേശം വിതറി ബി.ജെ.പി. ദേശീയ സമിതി അംഗം ഖുശ്ബു. കുന്നത്തൂർ മണ്ഡലം ബി.ജെ.പി. സ്ഥാനാർത്ഥി രാജീവ് പ്രസാദിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി നടത്തിയ റോഡ് ഷോയിലാണ് ഖുശ്ബു പങ്കെടുത്തത്. കുന്നത്തൂർ മണ്ഡലം ബി.ജെ.പി. സ്ഥാനാർത്ഥി രാജീവ് പ്രസാദിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആവേശം പകർന്ന് ബി.ജെ.പി. ദേശീയ സമിതി അംഗവും നടിയുമായ ഖുശ്ബു സുന്ദർ റോഡ് ഷോയിൽ പങ്കെടുത്തു. നൂറുകണക്കിന് വാഹനങ്ങളുടെ അകമ്പടിയോടെ നടന്ന പരിപാടി മണ്ഡലത്തിലെ NDA ക്യാമ്പിനെ ആവേശത്തിലാഴ്ത്തി. വൈകിട്ട് ശാസ്താംകോട്ട ആഞ്ഞിലിമൂട്ടിൽ നിന്നാണ് റോഡ് ഷോ ആരംഭിച്ചത്. ബഹുമാന്യരെ, ഭാരതീയ ജനതാ പാർട്ടിയുടെ കരുത്ത പ്രസാരത്തിൽ കുന്നത്തൂരിന്റെ സൂര്യപുത്രി ശ്രീ രാജീവ് പ്രസാദിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ നിർവാഹക സമിതി അംഗം ശ്രീമതി ഖുശ്ബു നയിക്കുന്ന റോഡ് ഷോ ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരുന്നു. സ്ത്രീകളടക്കം പ്രത്യേകം യൂണിഫോം അണിഞ്ഞ പ്രവർത്തകരുടെ വലിയ പങ്കാളിത്തവും ഉണ്ടായിരുന്നു. ഹരിപ്പാട്ട് നിന്ന് ഹെലികോപ്റ്ററിൽ കൊട്ടാരക്കരയിലെത്തിയ ഖുശ്ബു അവിടെ നിന്ന് കാറിലാണ് ശാസ്താംകോട്ടയിലെത്തിയത്. പ്രിയതാരത്തെ കാണാൻ റോഡിന് ഇരുവശങ്ങളിലും സ്ത്രീകളും കുട്ടികളുമടക്കം വൻ ജനക്കൂട്ടം തടിച്ചുകൂടി. കൈവീശി കാണികളെ അഭിവാദ്യം ചെയ്താണ് തുറന്ന വാഹനത്തിൽ ഖുശ്ബു നീങ്ങിയത്. സ്ഥാനാർത്ഥി രാജപ്രസാദും വാഹനത്തിലുണ്ടായിരുന്നു. നൂറുകണക്കിന് ബൈക്കുകളും കാറുകളും റാലിയിൽ അണിനിരന്നു. കേന്ദ്ര പ്രതിനിധി ദീപക് മിശ്ര, ഇലക്ഷൻ കൺവീനർ G. ഗോപിനാഥ്, മണ്ഡലം പ്രസിഡന്റുമാരായ സന്തോഷ് ചിറ്റേടം, ധനേഷ് പുളിന്താനം എന്നിവർ ഖുശ്ബുവിനൊപ്പമുണ്ടായിരുന്നു. ഭരണിക്കാവ് ജംഗ്ഷനിൽ പ്രകടനം സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. മഹിളാ സംഗമം സംഘടിപ്പിച്ചു. മഹിളാ മോർച്ചയുടെ ആഭിമുഖ്യത്തിൽ കരുനാഗപ്പള്ളിയിലാണ് മഹിളാ സംഗമം നടത്തിയത്.
മോദിയുടെ കൈകൾക്ക് ശക്തി നൽകുവാൻ കേരളം കൂടി എടുക്കേണ്ടതുണ്ടെന്നും ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന വിജയമായിരിക്കും എൻഡിഎയ്ക്കുണ്ടാകാൻ പോകുന്നതെന്നും പരിപാടി ഉദ്ഘാടനം ചെയ്ത പ്രീതി നടേശൻ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കൈകൾക്ക് ശക്തി നൽകുവാൻ കേരളത്തിൽ എൻഡിഎ അധികാരം ഏറ്റെടുക്കേണ്ടതുണ്ടെന്നും ഈ തിരഞ്ഞെടുപ്പിൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന വിജയമായിരിക്കും എൻഡിഎയ്ക്ക് ഉണ്ടാകാൻ പോകുന്നതെന്നും പ്രീതി നടേശൻ പറഞ്ഞു. കരുനാഗപ്പള്ളിയിൽ മഹിളാ മോർച്ചയുടെ ആഭിമുഖ്യത്തിൽ നടന്ന മഹിളാ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. മോദി സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികൾ പേരുമാറ്റി നടപ്പിലാക്കുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നതെന്നും 70 കഴിഞ്ഞവർക്ക് 5 ലക്ഷം രൂപ ചികിത്സാ ധനസഹായം ലഭിക്കുന്ന പദ്ധതി മറ്റ് സംസ്ഥാനങ്ങൾ നടപ്പാക്കിയിട്ടും കേരളം നടപ്പാക്കിയില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു. ഇങ്ങനെ സെൻസസ് എടുത്ത് നടക്കുകയാണ്, എത്ര പേര് ജയിക്കും, 5 ജയിക്കും, 10 ജയിക്കും, ഇതൊന്നുമല്ല. അവരെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ നിങ്ങൾ ഇരുന്നോണ്ടൊന്ന് മർമറി ചെറുതായിട്ടൊന്ന് പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് ഈ 14 ജില്ലയിലും ബന്ധുക്കളും ആൾക്കാരും ഉണ്ട്. നമ്മളൊന്ന് വിചാരിച്ചാൽ മതി, നമുക്ക് ഈ കേരളം ഇനി പിടിച്ചെടുക്കാം. നിങ്ങളത് ഞാനീ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളെല്ലാവരും ഇപ്പോഴത്തെ ശാസ്ത്രജ്ഞന്മാർ പറയും പോസിറ്റീവ് എനർജി ഉണ്ട്, നെഗറ്റീവ് എനർജി ഉണ്ടെന്ന്. നമ്മുടെ ഋഷീശന്മാർ പറഞ്ഞിരിക്കുന്നത് എന്തുവാ? രാജസീയ സ്വഭാവമുണ്ട്, ഈശ്വരീയ സ്വഭാവമുണ്ട്. നമ്മൾ ഈശ്വരീയ സ്വഭാവത്തിൽ ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട്, ഭഗവാനെ ഈ കേരളത്തിനെ ഒന്ന് രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ച് നമ്മുടെ അമ്മമാരുടെ പ്രാർത്ഥന മതി, നമ്മളെ രക്ഷിക്കും. കുട്ടികളുടെ നല്ല ഭാവിക്ക് വിഭാവനം ചെയ്ത PM ശ്രീ പദ്ധതി ഒപ്പിട്ടിട്ട് ചിലരുടെ സമ്മർദ്ദം കൊണ്ട് പിൻവലിച്ചെന്നും അവർ പറഞ്ഞു. മഹിളാ മോർച്ച മണ്ഡലം പ്രസിഡന്റ് ധന്യ അനിൽ അധ്യക്ഷത വഹിച്ചു. ബിനിര രാജൻ, ഇന്ദിര രാമചന്ദ്രൻ, ശ്രീജ അശോകൻ, ശാലിനി രാജീവ്, അഡ്വക്കേറ്റ് ജയലക്ഷ്മി, ലതാ മോഹൻ, സജിമോൾ, സജിത, തൊടിയൂർ വസന്തകുമാരി, തൊടിയൂർ രാമചന്ദ്രൻ, VS ജിതിൻ ദേവ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. കോൺഗ്രസ് BJPയുമായി നടത്തിയ അതിരില്ലാത്ത സന്ധികളാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വർഗീയത വേരുറപ്പിക്കാൻ കാരണമായതെന്ന് ജോൺ ബ്രിട്ടാസ് MP. BJPക്ക് നേതാക്കളെ സംഭാവന ചെയ്യുകയാണ് കോൺഗ്രസ് എന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. പണം കൊടുത്ത് സീറ്റ് വാങ്ങുന്നത് കോൺഗ്രസിൽ പുതുമയില്ലാതായെന്നും അദ്ദേഹം പറഞ്ഞു. കൊല്ലം പ്രസ് ക്ലബിൽ വോട്ടും വാക്കും സംവാദ പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു ജോൺ ബ്രിട്ടാസ്. കേരളത്തിന്റെ ദ്രുതഗതിയിലുള്ള വികസന വഴിത്താര, മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയായ ക്ഷേമ പെൻഷൻ വിതരണം എന്നിവയാണ് LDF മുന്നോട്ട് വയ്ക്കുന്നത്. മറ്റൊരു സംസ്ഥാനത്തിനും അവകാശപ്പെടാനാകാത്ത മതസൗഹാർദ്ദം, ഐക്യദാർഢ്യം, മതമൈത്രി എന്നിവ നിലനിർത്താനും പരിപോഷിപ്പിക്കാനും LDF വിജയം അനിവാര്യമാണ്. ഇന്ത്യയിൽ സ്ഫുടം ചെയ്തെടുത്ത ഒരു സംസ്ഥാനത്തെ ഉത്തരേന്ത്യയിലെ ഒരു സംസ്ഥാനത്തിന്റെ തലത്തിലേക്ക് മാറ്റാനാണ് BJP ശ്രമിക്കുന്നത്. വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും ജ്വാലകൾ കേരളത്തിൽ കത്തിക്കാനാണ് ശ്രമം. ഇടതുപക്ഷം സർഗാത്മകവും ക്രിയാത്മകവുമായ ദൗത്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. കേരള വികസനത്തെ എതിർക്കുന്ന രാഷ്ട്രീയ നിലപാടാണ് ഇടതുപക്ഷത്തിന്റെ എതിരാളികൾക്കുള്ളതെന്നും കൊല്ലം പ്രസ് ക്ലബിന്റെ വോട്ടും വാക്കും പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ജോൺ ബ്രിട്ടാസ് MP പറഞ്ഞു. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ പിന്നോക്കക്കാര്, ദളിതര്, ന്യൂനപക്ഷങ്ങള് ഇവർക്കൊന്നും തലയുയർത്തി നിൽക്കാൻ കഴിയാത്ത ഒരു സാമൂഹ്യ അന്തരീക്ഷത്തെ കേരളത്തിലേക്ക് പറിച്ചു നടാനാണോ അവർ കേരളത്തെ മാറ്റുമെന്നും കൊണ്ട് അവർ ഉദ്ദേശിക്കും. ഇനി UDFന്റെ ഒരു നിലപാട്, UDFന്റെ നിലപാട് ഞാൻ പറയേണ്ടതില്ല. എന്താ കാരണം വെച്ചാൽ ഏതാനും ആഴ്ചകൾ മുമ്പ് പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റ് ഒരു പരസ്യം, ആ പരസ്യം കറണ്ട് കട്ട്, ഇന്നു മുതൽ വൈദ്യുതി ഉണ്ടാവില്ല, സ്കൂളുകൾ അടച്ചു, ആശുപത്രികളിൽ മരുന്നുണ്ടാവില്ല, റോഡുകൾ താറുമാറായി കിടക്കുന്നു. ആ പത്രം എടുത്ത ഏതൊരു മലയാളിയും, ശരാശരി മലയാളി, അത് UDF നേതാക്കൾ പോലും ആ പരസ്യം കണ്ട് ഞെട്ടി. എന്താ കാരണം? ഇതല്ലല്ലോ ഞങ്ങളുടെ പരിസരത്തുള്ള കേരളം. ഇപ്പം കേരളത്തില് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കേരളത്തിന്റെ 10 വർഷത്തെ മാറ്റം, സമഗ്രമായിട്ടുള്ള ഒരു വികസനം, സമഗ്രമായിട്ടുള്ള ക്ഷേമം, സാഹോദര്യം. ഈ 3 പ്രധാനപ്പെട്ട പ്രതലങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു സംവാദമായിട്ട് ഈ തെരഞ്ഞെടുപ്പ് മാറണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കേരളത്തിൽ ഭൗതികമായ മാറ്റങ്ങൾ ഏറെയുണ്ടായി. വിശ്വസിക്കാൻ കഴിയുന്ന, പ്രയോഗത്തിൽ വരുത്താൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമാണ് LDF പറയാറുള്ളത്. പ്രത്യയശാസ്ത്രപരമായോ ആശയപരമായോ ഒരു സന്ധിക്കും പോകാത്ത ഉറച്ച നിലപാടാണ് ഇടതുപക്ഷത്തിനുള്ളത്. വർഗീയ കലാപങ്ങളില്ലാത്ത ഭൂമിയായി കേരളത്തെ സംരക്ഷിക്കുന്നു. ജനങ്ങളുമായുള്ള ബന്ധം ശക്തമാക്കിക്കൊണ്ട് ഇടതുപക്ഷം മുന്നോട്ട് പോകും. കോൺഗ്രസ് സർക്കാരുകൾ BJPയുമായി സന്ധി ചെയ്താണ് PM ശ്രീ പദ്ധതിയുടെ പണം വാങ്ങിയത്. KC വേണുഗോപാലിന്റെ അനുഗ്രഹാശിസുകളോടെയായിരുന്നു ഇതെന്നും ബ്രിട്ടാസ് പറഞ്ഞു. CPIM ജില്ലാ സെക്രട്ടറി S സുദേവനും ജോൺ ബ്രിട്ടാസിനൊപ്പം പങ്കെടുത്തു. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് ജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു.
ന്യൂസ് ബ്യൂറോ, കൊല്ലം. ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷന്റെ ഹെപ്പറ്റൈറ്റിസ് ബി പ്രതിരോധ കുത്തിവയ്പ് പദ്ധതിയായ DSAFE-ൽ 4500ഓളം പേർ രജിസ്റ്റർ ചെയ്തതായി ബന്ധപ്പെട്ടവർ അറിയിച്ചു. കൊട്ടാരക്കര ബ്രാഞ്ചിൽ നിന്ന് 145 പേരാണ് രജിസ്റ്റർ ചെയ്തത്. ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ ആരംഭിച്ച DSAFE പ്രോജക്ട് സംസ്ഥാനമൊട്ടാകെ ശ്രദ്ധേയമായി നടപ്പാക്കി. ഹെപ്പറ്റൈറ്റിസ് ബി രോഗത്തിനെതിരെ ദന്ത ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപകൽപ്പന ചെയ്ത പരിപാടിയിൽ കേരളത്തിലെ 72 സെന്ററുകളിൽ നിന്ന് 4500ഓളം പേർ രജിസ്റ്റർ ചെയ്തതായി ഭാരവാഹികൾ അറിയിച്ചു. സംസ്ഥാനതല പദ്ധതിയിൽ IDA കൊട്ടാരക്കര ബ്രാഞ്ച് സജീവമായി പങ്കെടുത്തു. ബ്രാഞ്ചിൽ നിന്ന് 145 പേർ രജിസ്റ്റർ ചെയ്തു. പരക്കാട്ട് ആശുപത്രി, അഞ്ചൽ വിജയാസ് ആശുപത്രി, കൊട്ടാരക്കര എന്നീ കേന്ദ്രങ്ങളിലായിരുന്നു പരിപാടി നടത്തിയത്. IDA കൊട്ടാരക്കരയുടെ പ്രസിഡന്റ് ഡോക്ടർ അജയ് കുമാർ, സെക്രട്ടറി ഡോക്ടർ അർജുൻ M, DSAFE ബ്രാഞ്ച് കൺവീനർ ഡോക്ടർ അലീന മേരി വർഗീസ് എന്നിവർ നേതൃത്വം നൽകി. ദന്തചികിത്സാ രംഗത്ത് സുരക്ഷയും രോഗബാധ നിയന്ത്രണവും ഉറപ്പാക്കുന്നതിൽ പദ്ധതി വലിയൊരു മുന്നേറ്റമാണെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ഇന്ന് മാർച്ച് 29 നമ്മുടെ ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ കേരള സ്റ്റേറ്റിന്റെ ഇന്നോവേറ്റീവ് പ്രോഗ്രാമായ DSAFE നടക്കുന്ന ദിവസമാണ്. എന്താണ് ഈ DSAFE? ഡെന്റൽ സേഫ്റ്റി അഗൈൻസ്റ്റ് ഹെപ്പറ്റൈറ്റിസ് ബി. അതിന്റെ നമുക്ക് കേരളത്തിൽ 72 സെന്റേഴ്സോളം നമ്മൾ ഇതിനായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അതിലൊരു 4500 മെമ്പേഴ്സ് സ്റ്റാഫ്സും അതിന്റെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഒരു ഭാഗമാകാൻ IDA കൊട്ടാരക്കര സാഹചര്യത്തിൽ അഭിമാനിക്കുന്നു. IDA കൊട്ടാരക്കരയിൽ നമ്മൾ ഇത് 2 വെന്യൂവിലായിട്ടാണ് നടത്തുന്നത്. ഒന്ന് പാലക്കാട് ഹോസ്പിറ്റൽ അഞ്ചലും കൊട്ടാരക്കര വിജയാസ് ഹോസ്പിറ്റലുമായിട്ടാണ്. ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ കൊട്ടാരക്കര ബ്രാഞ്ച് IDA കേരള സ്റ്റേറ്റിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഈ DSAFE എന്ന് പറഞ്ഞ വാക്സിനേഷൻ പദ്ധതിയുടെ സന്ദേശം എന്ന് പറയുന്നത് സുരക്ഷിതമായ ദന്തചികിത്സ ആരോഗ്യമായ സമൂഹത്തിലേക്ക് എന്നുള്ളതാണ്. നമുക്ക് ഈ വാക്സിനേഷൻ പ്രോഗ്രാം 3 ഇഞ്ചുകളിലായിട്ടാണ് ഉള്ളത്. 0, 1 പിന്നെ 6 മന്ത്. ഈ ഒരു 3 ദിവസം കംപ്ലീറ്റ് ആകുമ്പോഴാണ് നമ്മൾ സേഫ് ആണ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പുനലൂർ മണ്ഡലം UDF സ്ഥാനാർത്ഥിയുടെ സ്വീകരണ പരിപാടി ആര്യങ്കാവിൽ നിന്നും ആരംഭിച്ചു. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് SC സഞ്ജയ് ഖാൻ ഉദ്ഘാടനം ചെയ്തു. UDF അധികാരത്തിൽ വന്നാൽ ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ യഥാർത്ഥ പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് അദ്ദേഹം പറഞ്ഞു. UDF സർക്കാർ സംസ്ഥാനത്ത് അധികാരത്തിൽ വന്നാൽ ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ യഥാർത്ഥ പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് SC സഞ്ജയ് ഖാൻ പറഞ്ഞു. സ്വർണ്ണക്കൊള്ള കൃത്യമായി അന്വേഷിച്ചാൽ അന്വേഷണം ചെന്നു നിൽക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയിലായിരിക്കുമെന്നും അയ്യപ്പശാപം ഈ സർക്കാരിനെ താഴെയിറക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. UDF സ്ഥാനാർത്ഥിയുടെ സ്വീകരണ പര്യടന സമ്മേളനം ആര്യങ്കാവ് പഞ്ചായത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നമ്മൾ പ്രവർത്തിച്ചാൽ നമുക്ക് നഷ്ടപ്പെട്ട പുനലൂരിന്റെ പ്രതാപം വീണ്ടെടുക്കാൻ കഴിയും. നമുക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. ഇത് ശബരിമലയുടെ ഗേറ്റ് വേ ഓഫ് ശബരിമല എന്നറിയപ്പെടുന്ന പ്രദേശമാണ്. അച്ചൻകോവിൽ ശാസ്താവും ആര്യങ്കാവ് ശ്രീധർമ്മശാസ്താവും കുളത്തൂപ്പുഴ ധർമ്മശാസ്ത്ര ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം യഥാർത്ഥ പ്രദേശമാണ്. അച്ചൻകോവിലിന്റെ അല്ലെങ്കിൽ ശബരിമലയുടെ ഗേറ്റ് വേ ആണ്. അവിടെ നിന്ന് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയുമായിരുന്നു. ആ ലക്ഷക്കണക്കിന് ശബരിമല ഭക്തന്മാർ ഇതുവഴി കടന്നു പോകുമ്പോൾ അവർക്ക് ഒരു താമസ സൗകര്യം ഒരുക്കേണ്ടുന്ന സ്ഥലമാണ് അച്ചൻകോവിലും ആര്യങ്കാവും ഒക്കെ. അതിനൊരു ചെറുവിരല് പോലും അനക്കാൻ ഇവർക്ക് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, ശബരിമലയിലെ അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ച് ശബരിമല അയ്യപ്പന്റെ സ്വർണം കൊണ്ട് രക്ഷപ്പെടുമെന്ന് കരുതിയ ആളുകൾ ഇപ്പോ നാശത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോ 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ ജയിലിലായിരുന്നു. അവരുടെ ശേഷം ഇനി ജയിലിലാകാൻ പോകുന്നത് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനാണ്. അതിനുശേഷം കേരളത്തിന്റെ ഇപ്പോഴത്തെ സാക്ഷാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ അകത്താകുമെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അധികാരത്തിലെത്തിയാൽ ശബരിമല കൊള്ളക്കാരെ നമ്മൾ തുറങ്കിലടയ്ക്കും. അങ്ങനെ അടച്ചാൽ ഇവിടുത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കും ആദ്യം തുറങ്കിലാക്കപ്പെടേണ്ടത് എന്ന കാര്യം നിങ്ങൾക്ക് ആർക്കും സംശയം വേണ്ട. കോൺഗ്രസ് പുനലൂർ ബ്ലോക്ക് പ്രസിഡന്റ് C വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി K ശശിധരൻ, കേരള കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് ഗീതാ സുകുനാഥ്, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മനോജ് വിക്രമൻ, UDF മണ്ഡലം ചെയർമാൻ ടോമിച്ചൻ, ജോയിച്ചൻ, തോമസ് ജോർജ്, സിൻസി, ശിവകാമി, സുനീഷ്, പ്രിൻസ് നെടുമ്പാറ, B അശോക് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. തോട്ടം മേഖലയിൽ UDF സ്ഥാനാർത്ഥിക്ക് സ്വീകരണം നൽകി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ജനസംഖ്യാനുപാതികമായി കേന്ദ്ര വിഹിതം കേരളത്തിന് നൽകുന്നില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ചവറയിൽ LDF തെരഞ്ഞെടുപ്പ് പ്രചരണ പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വികസന പ്രവർത്തനങ്ങൾക്ക് പണം കടമെടുക്കാനുള്ള അവകാശത്തിനു പോലും കേന്ദ്ര സർക്കാർ പരിധി നിശ്ചയിക്കുകയാണ്. കേരളത്തിന് വികസനം വേണ്ട എന്ന നിലപാടാണ് കേന്ദ്രം സ്വീകരിക്കുന്നതെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി.
ജനസംഖ്യാനുപാതികമായി കേന്ദ്രവിഹിതം കേരളത്തിന് നൽകുന്നില്ലെന്ന് കുറ്റപ്പെടുത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ. LDF സ്ഥാനാർത്ഥി ഡോക്ടർ സുജിത്ത് വിജയൻപിള്ളിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ചവറ ഇടപ്പള്ളിക്കോട്ടയിൽ സംഘടിപ്പിച്ച പൊതുസമ്മേളനത്തിൽ പ്രസംഗിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. സംസ്ഥാനത്തിന്റെ വികസനത്തിനാവശ്യമായ പണം കടമെടുക്കാനുള്ള അവകാശത്തിന് പോലും കേന്ദ്ര സർക്കാർ പരിധി നിശ്ചയിക്കുകയാണ്. കേരളത്തിന് വികസനം വേണ്ടെന്ന നിലപാടാണ് കേന്ദ്രം സ്വീകരിക്കുന്നത്. മതനിരപേക്ഷതയുടെ വിളനിലമാണ് കേരളം. അതുകൊണ്ടുതന്നെ ഇവിടെ വർഗീയ ശക്തികൾക്ക് യാതൊരു സ്ഥാനവുമില്ല. സംസ്ഥാനം നിരവധിയായ വികസന പ്രവർത്തനങ്ങളിൽ ഏറെ മുന്നിലാണെന്നും നമ്മുടെ കൺമുന്നിൽ തന്നെ വികസന പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഏറ്റവും പ്രധാന ഘട്ടത്തിലേക്ക് കേരളം കടന്നിരിക്കുക. ഈ തെരഞ്ഞെടുപ്പില് ജനങ്ങൾ നൽകിയ വിധി അത് ശരിയായോ എന്നാണ് സ്വാഭാവികമായി പരിശോധിക്കുക. കഴിഞ്ഞ വിധി ഒരു കേവലം സാധാരണഗതിയിൽ കണക്കൂട്ടാവുന്ന ഒന്നല്ല. കേരളത്തിൻ്റെ ദീർഘകാല ചരിത്രം അത് തിരുത്തുന്ന വിധിയായിരുന്നു. സാധാരണ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നിലവിലുള്ള ഗവൺമെൻറ് നേതൃത്വം കൊടുക്കുന്ന മുന്നണി തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടും. പ്രതിപക്ഷത്തിരിക്കുന്ന മുന്നണി അധികാരത്തിൽ വരും. ഇതായിരുന്നു കേരളത്തിൻ്റെ പതിവ്. അതാണ് ജനങ്ങൾ തിരുത്തിയത്. ആ തിരുത്തൽ ജനങ്ങളുടെ സ്വന്തം അനുഭവത്തെ അടിസ്ഥാനപ്പെടുത്തിയായിരുന്നു. നമ്മുടെ കേരളം 2 മുന്നണികളാണല്ലോ പ്രധാനമായും ഉണ്ടായിരുന്നത്. അത് ജനങ്ങളുടെ അനുഭവത്തിൽ LDF ഭരിക്കുന്ന ഘട്ടത്തിൽ നാടിന് വികസനമുണ്ടാകുന്നു, മുന്നേറ്റമുണ്ടാകുന്നു, പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുന്നു, എല്ലാം ശുഭമായി നടക്കുന്നു. 5 വർഷം കഴിയുമ്പോൾ തെരഞ്ഞെടുപ്പ് വന്നു, UDF അധികാരത്തിൽ വരും. കേരളം എവിടെ വരെയാണോ വികസിച്ചെത്തിയത് അവിടെ നിർത്തുന്നു. അതിന് തുടർച്ചയുണ്ടാകുന്നില്ല. ചിലതെല്ലാം തകർത്ത് കളയുന്നു, ചിലത് ഉപേക്ഷിക്കുന്നു, ചിലത് സ്തംഭിക്കുന്നു. ചുരുക്കത്തിൽ ഒന്നിനും തുടർച്ചയില്ല. നാട് വലിയ തോതിൽ പുറകോട്ട് പോകും. ഐ ശിഹാബ് അധ്യക്ഷത വഹിച്ചു. പുത്തലത്ത് ദിനേശൻ, എസ് സുദേവൻ, കെ വരദരാജൻ, ഡോക്ടർ PK ഗോപൻ, സ്ഥാനാർത്ഥി ഡോക്ടർ സുജിത്ത് വിജയൻപിള്ള, രാജമ്മ ഭാസ്കരൻ, സൈനുദ്ദീൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ R ലതാദേവി, G മുരളീധരൻ, R രവീന്ദ്രൻ, ഫാസിൽ, സിനിൽ, ചവറ ഷാ, സൈനുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. ചവറ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി KR രാജേഷ് നീണ്ടകരയിൽ പ്രചാരണം നടത്തി. പന്മന, പരിമണം എന്നിവിടങ്ങളിലും വോട്ടർമാരെ നേരിൽ കണ്ടു. 31-നാണ് സ്ഥാനാർത്ഥിയുടെ സ്വീകരണ പര്യടനം തുടങ്ങുന്നത്. ചവറ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി KR രാജേഷ് വിവിധ കേന്ദ്രങ്ങളിൽ വോട്ട് അഭ്യർത്ഥിച്ചു. കഴിയുന്നത്ര വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് തേടുകയാണ് NDA സ്ഥാനാർത്ഥി KR രാജേഷ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭരണനേട്ടം പറഞ്ഞാണ് വോട്ട് തേടുന്നത്. കുടുംബസംഗമങ്ങളും കൺവെൻഷനുകളും നടന്നുവരുന്നു. പന്മന, പരിമണം, നീണ്ടകര തുടങ്ങി മണ്ഡലത്തിലെ പരമാവധി പ്രദേശങ്ങളിലെത്തി വോട്ടർമാരെ നേരിൽ കാണാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. അല്പം താമസിച്ചാണ് പ്രചാരണം ആരംഭിച്ചതെങ്കിലും പ്രചാരണത്തിൽ മറ്റ് 2 മുന്നണികൾക്കൊപ്പം നിന്ന് വോട്ട് അനുകൂലമാക്കാനുള്ള ശ്രമത്തിലാണ് NDA സ്ഥാനാർത്ഥി. മണ്ഡലത്തിൽ വളരെ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണുള്ളത്. ജനങ്ങളെല്ലാം വലിയ ആവേശത്തോടു കൂടിയാണ് നമ്മൾ കടന്നു ചെല്ലുന്ന സ്ഥലങ്ങളിൽ അവരുടെ സഹകരണം കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്. നല്ല സഹകരണമാണ് ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. നല്ല പിന്തുണയാണ് ഉണ്ടാകുന്നത്. അവർക്കൊക്കെ ഈ മാറി മാറി ഈ നാടിനെ ഭരിച്ച 2 മുന്നണികളോടുള്ള അമർഷം അവർക്കുള്ളിലുണ്ട്. ആ അമർഷം പ്രതിഫലിപ്പിക്കുവാൻ, ഇല്ലെങ്കിൽ ആ 2 മുന്നണികൾക്കും എതിരായിട്ടുള്ള പ്രതിഷേധം NDAക്ക് അനുകൂലമാക്കി മാറ്റുവാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് ഞങ്ങൾ നടത്തുന്നത്. അതോടൊപ്പം ജനങ്ങൾ അത്തരം കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. KR രാജേഷിന്റെ സ്വീകരണ പര്യടനങ്ങൾ 31-ന് ആരംഭിക്കും. ന്യൂസ് ബ്യൂറോ, ചവറ. കരുനാഗപ്പള്ളിയിലെ UDF സ്ഥാനാർത്ഥി CR മഹേഷിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം മഹിളാരവം പരിപാടി സംഘടിപ്പിച്ചു. വള്ളിക്കാവിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. കരുനാഗപ്പള്ളി മണ്ഡലം UDF സ്ഥാനാർത്ഥി CR മഹേഷിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് മഹിളാരവം പരിപാടി ഓച്ചിറ വള്ളിക്കാവിൽ സംഘടിപ്പിച്ചത്. മഹിളാ കോൺഗ്രസ് ദേശീയ പ്രസിഡന്റ് അൽക്കാലെമ്പ മഹിളാരവം ഉദ്ഘാടനം ചെയ്തു. സത്യം ലക്ഷ്യമതാകട്ടെ, ധർമ്മം പാതയ. मुद्दा है महिलाओं की शिक्षा का, मुद्दा है महिलाओं की सुरक्षा का, मुद्दा है महिलाओं को रोजगार देकर आर्थिक सशक्त करने का. നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ മഹിളകളുടെ, സ്ത്രീകൾക്ക് സുരക്ഷിതത്വം ഇല്ലായ്മ, അതേപോലെ സ്ത്രീകളുടെ വിദ്യാഭ്യാസ സാഹചര്യം ഇല്ലാത്തൊരു സാഹചര്യം, തൊഴിലില്ലായ്മ ഉൾപ്പെടെയുള്ള ആശാവർക്കർമാരുടെ, അംഗൻവാടി തൊഴിലാളികളുടെ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ
कोई गरीब इलाज के बिना नहीं रहेगा, उसे इलाज की जरूरत है तो उसे इलाज देकर उसकी जिंदगी बचाने का काम यूडीएफ की सरकार करेगी और 25 लाख रुपए तक का स्वास्थ्य बीमा मुफ्त किया जाएगा सबका। പാവപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ക്ലേശകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് ആരോഗ്യത്തിന് വേണ്ടിയുള്ള ചികിത്സയ്ക്ക് വേണ്ടിയുള്ള ചിലവാണ്. പക്ഷേ യുഡിഎഫ് സർക്കാർ യാഥാർത്ഥ്യമാകുമ്പോൾ ഉമ്മൻചാണ്ടി സാറിന്റെ നാമധേയത്തിൽ ഓരോ കുടുംബത്തിനും 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് നമ്മൾ നൽകും. UDF സ്ഥാനാർത്ഥി CR മഹേഷ് മുഖ്യപ്രസംഗം നടത്തി. മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെബി മേത്തർ, ഓച്ചിറ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് BS വിനോദ, കരുനാഗപ്പള്ളി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KA ജവാദ്, KPCC ജനറൽ സെക്രട്ടറിമാരായ ബിന്ദു ജയൻ, LK ശ്രീദേവി, R രാജശേഖരൻ, മഹിളാ കോൺഗ്രസ് കൊല്ലം ജില്ലാ പ്രസിഡന്റ് ഫെബി സുദർശൻ, ജില്ലാ പഞ്ചായത്ത് അംഗം മണ്ണേൽ നജീം, വരുൺ ആലപ്പാട്, സുനിത, KK സുനിൽകുമാർ, നീലികുളം സദാനന്ദൻ, ലീലാകൃഷ്ണൻ, MS ഷൗക്കത്ത്, ശ്രീകല ബിജു, ഷഹിയ റഷീദ, മായ, ലാല രാജൻ, ഗീതാകുമാരി, മുബീന നാസിം, ചിന്നു, സാന്ദ്ര, അൻസാറെ മലബാർ, KM നൌഷാദ്, പത്മനാഭപിള്ള, ശ്രീകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. കരുനാഗപ്പള്ളിയിലെ NDA സ്ഥാനാർത്ഥി VS ജിതിൻ ദേവ് തീരദേശത്ത് വോട്ട് തേടി. ആലപ്പാട് ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിലായിരുന്നു സ്ഥാനാർത്ഥിയുടെ പര്യടനം. കരുനാഗപ്പള്ളിയിലെ NDA സ്ഥാനാർത്ഥി VS ജിതിൻ ദേവാണ് ആലപ്പാട് ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ വോട്ട് അഭ്യർത്ഥിച്ചത്. അഴീക്കൽ ഹാർബറിൽ ആവേശകരമായ വരവേൽപ്പ് മത്സ്യത്തൊഴിലാളികൾ സ്ഥാനാർത്ഥിക്ക് നൽകി. സുനാമി സ്മൃതി മണ്ഡപത്തിൽ സ്ഥാനാർത്ഥിയും സഹപ്രവർത്തകരും പുഷ്പാർച്ചന നടത്തി. അഴീക്കൽ മുതൽ വെള്ളനാതുർത്തി വരെയുള്ള വ്യാപാര സ്ഥാപനങ്ങളിലും വീടുകളിലും സ്ഥാനാർത്ഥി സന്ദർശിച്ചു. തീരദേശത്തിന്റെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് ശാശ്വത പരിഹാരമുണ്ടാക്കുമെന്നും വികസിത ആലപ്പാട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുമെന്നും VS ജിതിൻ ദേവ് പറഞ്ഞു. ഒരു ഓങ്കോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് കരുനാഗപ്പള്ളിയുടെ പ്രധാനപ്പെട്ട ആവശ്യമാണ്. അതിന് സാധിച്ചിട്ടില്ല. ഇന്നും നമ്മുടെ അഴീക്കലും ചെറിയ അഴീക്കലും ഒക്കെ ഉരുമുട്ടും അതേപോലെ തന്നെ കടൽ ഭിത്തിയുടെ നിർമ്മാണം ഒക്കെ പ്രഖ്യാപനങ്ങൾ മാത്രമാണ്. ഇതൊന്നും സാധ്യമാക്കിയിട്ടില്ല. അതേപോലെ തന്നെ നമ്മളുടെ അനുവദിക്കപ്പെട്ട ഒരു ഗവൺമെന്റ് ആർട്സ് കോളേജ് എത്രയോ വർഷമായിട്ട് ഇപ്പോൾ വാടക കെട്ടിടത്തിലും നഴ്സറി സ്കൂളുകളിലും പ്രവർത്തിക്കുകയാണ്. ഇതിന് മാറ്റമുണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നുള്ള ചില റോഡുകൾക്കപ്പുറത്ത് ഈ നാടിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് യാതൊന്നും ചെയ്യാൻ സാധിക്കാത്ത സാഹചര്യമാണ് നമുക്കിവിടെ ഉള്ളത്. അതുകൊണ്ട് ഇതിനെല്ലാം മാറ്റമുണ്ടാവണം. കേന്ദ്ര സർക്കാരിന്റെ പിന്തുണയോടെ, മോദി സർക്കാരിന്റെ പിന്തുണയോടെ നമുക്ക് കരുനാഗപ്പള്ളിയെ ഒരു വികസിത കരുനാഗപ്പള്ളിയാക്കി മാറ്റാൻ സാധിക്കണം. നരേന്ദ്രമോദി സർക്കാരിന്റെ പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ ഈ കാര്യങ്ങൾ സാധിക്കത്തുള്ളൂ. ഇന്ന് കരുനാഗപ്പള്ളിയിൽ ആകെ കാണാൻ സാധിക്കുന്ന വികസനം എന്ന് പറയുന്നത് നാഷണൽ ഹൈവേയുടെ വികസനം മാത്രമാണ്. അത് നരേന്ദ്രമോദി സർക്കാരിന്റെ ഇച്ഛാശക്തി കൊണ്ടും നരേന്ദ്രമോദി സർക്കാർ ഈ മുന്നോട്ട് വെച്ചിരിക്കുന്ന വികസന കാഴ്ചപ്പാട് കൊണ്ടുണ്ടായാണ്. നോക്കൂ, നമ്മുടെ കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷനും ഓച്ചിറ റെയിൽവേ സ്റ്റേഷനും എന്തൊരു ദുരവസ്ഥയാണ് പ്രവർത്തിക്കുന്നത്. പ്രധാനപ്പെട്ട ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് നേടിയെടുക്കുവാൻ പോലും ഇവിടെ നിന്ന് പോയിട്ടുള്ള MLAക്കോ MPക്കോ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഇതിനെല്ലാം ഒരു മാറ്റം ഉണ്ടായിക്കൊണ്ട് കരുനാഗപ്പള്ളിയുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, സുസ്ഥിരമായ വികസനം ജനങ്ങൾക്ക് മുമ്പിൽ ചർച്ച ചെയ്യാനാണ് BJP ആഗ്രഹിക്കുന്നത്. ജനങ്ങൾ ഞങ്ങളെ സ്വീകരിക്കുന്നുള്ളതാണ് പ്രതീക്ഷ. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. തിരുവിതാംകൂർ ദേവസ്വം എംപ്ലോയീസ് കോൺഫെഡറേഷൻ പുനലൂർ ഗ്രൂപ്പ് സ്പെഷ്യൽ കൺവെൻഷൻ നടത്തി. CPIM പുനലൂർ ഏരിയ സെക്രട്ടറി P സജി ഉദ്ഘാടനം ചെയ്തു. തിരുവിതാംകൂർ ദേവസ്വം എംപ്ലോയീസ് കോൺഫെഡറേഷൻ പുനലൂർ ഗ്രൂപ്പ് സ്പെഷ്യൽ കൺവെൻഷനാണ് പുനലൂർ CPIM ഏരിയ കമ്മിറ്റി ഓഫീസിൽ സംഘടിപ്പിച്ചത്. CPIM പുനലൂർ ഏരിയ സെക്രട്ടറി P സജി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. 65 ലക്ഷം പേർക്ക് ഒരു 2000 രൂപ വെച്ച് പെൻഷൻ കൊടുക്കാനാണ് തീരുമാനിച്ചത്. അത് വോട്ടിന് വേണ്ടിയായിരുന്നില്ല. 2000 രൂപ പെൻഷൻ കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു വീട്ടിൽ 2000 ഉണ്ടെങ്കിൽ കൊടുക്കുമ്പോൾ 2 വീട്ടിലാകുമ്പോൾ 4000 രൂപ പെൻഷൻ കിട്ടുന്നു. കേരളത്തിൽ നിന്ന് ഏതെങ്കിലും സംസ്ഥാനത്ത് ഇത് കൊടുക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഇപ്പം നമ്മുടെ സർക്കാരിനെ വിവിധ വേദികളിൽ ആക്രമിക്കുന്നവരുണ്ട്. ഇപ്പം തെരഞ്ഞെടുപ്പൊക്കെ ആകുമ്പോൾ ഈ പാട്ട് ഒക്കെ ഇറക്കിയിട്ടുണ്ട്. ഇന്നലെയും പാടി തുടങ്ങിയിട്ടുണ്ട്. പോറ്റിയെ കയറ്റിയെ പറഞ്ഞ പോറ്റിയാണ്. ഇത് വെച്ചാണ് നമുക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവിടെ ഉണ്ടാക്കുന്നത്. ഇപ്പം എന്നാൽ ഇറങ്ങിയിട്ടുണ്ട്, ഇന്നലെ ഇറങ്ങിയിട്ടുണ്ട്. വേറെ ഒക്കെ ഇറങ്ങിയുള്ള വാഹനങ്ങൾ തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനമാണെങ്കിൽ കൂടി ഇത് ഇറക്കുകയാണ്. എന്താണ് അതിന്റെ വസ്തുത എന്ന് നിങ്ങൾക്കറിയാം, നമുക്കറിയാം. പക്ഷെ നാട്ടുകാരുടെ ഇടയിൽ തെറ്റിദ്ധരിപ്പിക്കുക. നമ്മൾ നല്ല കാര്യം ചെയ്യുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല, അതിനെ മറച്ചു പിടിക്കാൻ മാധ്യമങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പെൻഷന്റെ കാര്യം പറഞ്ഞു. ഒരു വീട്ടിൽ 2 പേരുണ്ടെങ്കിൽ 4000 രൂപ സർക്കാർ കൊടുക്കുകയാണ്. കേരളത്തിലെ വീട്ടമ്മമാർക്ക് ആദ്യമായി 1000 രൂപ സർക്കാർ കൊടുക്കുന്നത് വോട്ടിന് വേണ്ടിയല്ല. സ്ത്രീകൾ, ജോലിയില്ലാത്ത സ്ത്രീകൾ, മറ്റൊരു വരുമാനമില്ല ഇല്ലാത്ത സ്ത്രീകൾക്ക് ഒരു കൈത്താങ് എന്ന നിലയിലാണ് സർക്കാർ പ്രഖ്യാപിച്ചത്. കേരളത്തിലല്ലാതെ വേറെ എവിടെ? ചെറുപ്പക്കാർക്ക് ജോലി കിട്ടിയില്ല. 35 വയസ്സ് വരെ ഒരു ജോലിയും കിട്ടിയില്ല. 1000 രൂപ സർക്കാർ കൊടുക്കാൻ തീരുമാനിച്ചു. 2 കുട്ടികളുണ്ടെങ്കിൽ 2 പേർക്കും കൊടുക്കുകയാണ്. വിഷ്ണു ഓമനക്കുട്ടൻ അധ്യക്ഷത വഹിച്ചു.
KS പ്രദീപ് കുമാർ സ്വാഗതം പറഞ്ഞു. ദേവസ്വം എംപ്ലോയീസ് കോൺഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് SP പ്രജിത് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ജീവനക്കാരുടെ സംഘടനയുടെ സമ്മേളനങ്ങൾ അല്ലെങ്കിൽ കൺവെൻഷനുകൾ നടത്തുമ്പോൾ കേരളത്തിലെ ഗവൺമെൻറ്റിനെ ഓർമ്മിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം നമ്മുടെ 2022 6-ാം മാസം ഇറങ്ങിയ സ്പെഷ്യൽ റൂളാണ്. അപ്പോൾ ആ സ്പെഷ്യൽ റൂളിനാണ് അടിസ്ഥാന വർഗമായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ക്ഷേത്ര ജീവനക്കാർക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ള കാറ്റഗറി ആനുകൂല്യങ്ങളെല്ലാം ലഭിച്ചത്. ആ ലഭിച്ചതിൻ്റെ പരിണിത ഫലമാണ് നമ്മുടെ ക്ഷേത്ര ജീവനക്കാരൻ്റെ തസ്തിക മാറ്റവുമെല്ലാം അല്ലേ. അമ്പലങ്ങളിൽ നാദസ്വരം, തകിൽ ലാവണങ്ങളിൽ, കഴകൻ ലാവണങ്ങളിൽ ജോലി ചെയ്തവർക്കൊക്കെ അവരുടെ ചിരകാല സ്വപ്നമായ ചില പോസ്റ്റുകളിലോട്ട് തസ്തിക മാറ്റം ചെയ്യാൻ കഴിയും. അതോടൊപ്പം തന്നെ ക്ഷേത്ര ജീവനക്കാർ എപ്പോഴും ആകുലപ്പെടുന്നതാണ് കുടുംബാംഗങ്ങളുടെ സുരക്ഷ. സംസ്ഥാന ജനറൽ സെക്രട്ടറി SL കൃഷ്ണകുമാർ സംഘടനാ സന്ദേശം നൽകി. സഹജീവനക്കാരുടെ ആവശ്യങ്ങൾക്കായി സംഘടന പ്രവർത്തനം നടത്തി വരുന്ന എനിക്ക് ഈ ഗ്രൂപ്പിൻ്റെതായ പ്രവർത്തനങ്ങളുടെയും ഈ ഗ്രൂപ്പിലെ അംഗങ്ങളും തരുന്ന നിസ്സീമമായ സഹകരണവും ആ അംഗീകാരവുമാണ് സംസ്ഥാന സമിതിയുടെ ജനറൽ സെക്രട്ടറിയായി അവരോധിക്കുവാനുണ്ടായത് എന്നുള്ളത് എനിക്ക് എൻ്റെ ഹൃദയത്തിൽ തൊട്ട് തന്നെ അറിയാവുന്ന കാര്യമാണ്. സാക്കളെ സ്പെഷ്യൽ കൺവെൻഷനുകൾ നെയ്യാറ്റിങ്കര മുതൽ പറവൂർ വരെ 21 ഗ്രൂപ്പുകളിലും ചേരുന്നതിന് തീരുമാനിക്കുകയും 21-ാം തീയതി കൊട്ടാരക്കര ഗ്രൂപ്പ് കമ്മിറ്റിയുടെ സ്പെഷ്യൽ കൺവെൻഷൻ ചേർന്നുകൊണ്ട് അതിന് തുടക്കം കുറിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. കൊട്ടാരക്കര ഗ്രൂപ്പ് കമ്മിറ്റിയുടെ മേഖലയായി വരുന്ന കൊട്ടാരക്കര, അടൂരിൻ്റെ കുറച്ച് ഭാഗം, പത്തനാപുരം എന്നീ മണ്ഡലങ്ങൾ ചേർന്നുള്ള കൺവെൻഷനായിരുന്നു ആദ്യം ചേർന്നത്. കേരളത്തിലെ ഇപ്പോഴത്തെ നിയമസഭാ ഇലക്ഷനിൽ ഏറ്റവും ഉറ്റുനോക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് കൊട്ടാരക്കര. നമുക്ക് തിരിച്ചറിയേണ്ടുന്ന ഒരു പ്രവർത്തനം നടത്തേണ്ടുന്ന ഗ്രൂപ്പ് കമ്മിറ്റി കൂടിയാണ് കൊട്ടാരക്കര. S വിനോദ് കുമാർ, മധു, അജി ആര്യങ്കാവ്, വിഷ്ണു S ഓമനക്കുട്ടൻ, അനിൽ ചന്ദ്രൻ, NS രഞ്ജീവ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. സ്കൂളിൽ നിന്നും കേബിളുകൾ മോഷ്ടിച്ചു, യുവാവ് അറസ്റ്റിൽ. വാളത്തുങ്കൽ സ്വദേശി ഡാനി എന്നറിയപ്പെടുന്ന അജിത്താണ് അറസ്റ്റിലായത്. ശാസ്താംകോട്ടയിൽ ആവേശം വിതറി BJP ദേശീയ സമിതി അംഗം ഖുശ്ബു. കുന്നത്തൂർ മണ്ഡലം BJP സ്ഥാനാർത്ഥി രാജീവ് പ്രസാദിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് ഖുശ്ബു എത്തിയത്. 100 കണക്കിന് വാഹനങ്ങളുടെ അകമ്പടിയോടെ റോഡ് ഷോ. കരുനാഗപ്പള്ളിയിൽ മഹിളാ സംഗമം. മഹിളാ മോർച്ചയുടെ ആഭിമുഖ്യത്തിൽ കരുനാഗപ്പള്ളിയിലായിരുന്നു മഹിളാ സംഗമം. മോദിയുടെ കൈകൾക്ക് ശക്തി നൽകുവാൻ കേരളം കൂടി എടുക്കേണ്ടതുണ്ടെന്നും പ്രീതി നടേശൻ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.